ആകാശവാണി. നമസ്കാരം. രാജ്യത്ത് പുതുതായി പ്രാബല്യത്തിൽ വന്ന 4 തൊഴിൽ നിയമങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പുതിയ 4 ലേബർ കോഡുകൾ നവംബർ 21 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളിൽ വരുത്തിയിട്ടുള്ള നിർണായകമായ പരിഷ്കരണങ്ങളിൽ ഒന്നാണിത്. ശമ്പളഘടനയിലും ഗ്രാറ്റുവിറ്റി, PF തുടങ്ങിയ ആനുകൂല്യങ്ങളിലും സാമൂഹിക സ്ത്രീ സുരക്ഷയിലും വലിയ മാറ്റങ്ങൾ ഇത് കൊണ്ടുവരുന്നു. ഏകീകൃത മിനിമം വേതനം എല്ലാ മേഖലകളിലും ഉറപ്പാക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. സംഘടിത അസംഘടിത മേഖലയിലെ ജീവനക്കാർക്ക് ഒരുപോലെ മിനിമം വേതനവും തൊഴിൽ നിയമങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ താൽക്കാലികമോ ഫ്രീലാൻസായോ ജോലി ചെയ്യുന്നവർക്കും ഗിഗ് തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ വീട്ടിലിരുന്നുള്ള ജോലികൾക്കും നിയമത്തിൽ മതിയായ പരിഗണന നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ വന്ന നിയമങ്ങൾ രാജ്യത്തിന്റെ വികസന മുന്നേറ്റത്തിന് കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ. വേതന കോഡ് 2019, വ്യാവസായിക ബന്ധ കോഡ് 2020, സാമൂഹിക സുരക്ഷാ കോഡ് 2020, തൊഴിൽ സുരക്ഷ, ആരോഗ്യം, ജോലി സാഹചര്യം എന്നിവ സംബന്ധിച്ച കോഡ് 2020 എന്നിങ്ങനെ 4 നിയമസംഹിതകളാണ് പ്രാബല്യത്തിലായത്. ഇതോടെ നിലവിലുണ്ടായിരുന്ന 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ ഒരു ഏകീകൃത ചട്ടക്കൂടിലേക്ക് മാറി. തൊഴിൽ നിയമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ലളിതവത്കരിക്കുകയും തൊഴിൽ നിക്ഷേപ സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയുമാണ് പുതിയ ലേബർ കോഡുകളുടെ ആവിഷ്കരണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. തൊഴിൽ നിയന്ത്രണങ്ങളിൽ ആധുനികവത്കരണം സാധ്യമാക്കുക, തൊഴിൽ ക്ഷേമം ശക്തിപ്പെടുത്തുക, മാറ്റത്തിന് വിധേയമായ തൊഴിൽ ലോകവുമായി സമകാലിക തൊഴിൽ അവസരങ്ങളെ സമന്വയിപ്പിക്കുക തുടങ്ങിയവയും നിയമപരിഷ്കരണത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. സ്വാതന്ത്ര്യാനന്തരമുള്ള ഏറ്റവും സമഗ്രവും പുരോഗമനപരവുമായ തൊഴിൽ സൗഹൃദ പരിഷ്കാരങ്ങളിൽ ഒന്നാണ് പുതിയ തൊഴിൽ സംഹിതകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ഈ പരിഷ്കാരങ്ങൾ തൊഴിലാളികളെ വലിയ തോതിൽ ശാക്തീകരിക്കുന്നതിനൊപ്പം നിയമപാലനം ലഘൂകരിക്കുകയും സുഗമമായി വ്യവസായങ്ങളിൽ ഏർപ്പെടാനുള്ള നടപടിക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. ഈ പരിഷ്കാരങ്ങൾ വഴി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ആവാസ വ്യവസ്ഥ സംജാതമാകുകയും അവ തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ഉത്പാദനക്ഷമത ഉയർത്തുകയും വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതിൽ തൊഴിലാളികളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. തൊഴിൽ നിയമങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരിഷ്കാരമായി ഇവയെ കണക്കാക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പുതിയ തൊഴിൽ നിയമങ്ങൾ മികച്ച തൊഴിൽ രീതികൾ പ്രോത്സാഹിപ്പിക്കുമെന്നും തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. നിലവിലെ തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കിയാണ് 4 തൊഴിൽ കോഡുകളായി തരംതിരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. An outstanding testament to the trust that Prime Minister Modi has earned from all sections of society. The fact that 140 crore Indians today have confidence in our Prime Minister, that both employers and workmen organizations, trade unions have heartily welcomed it. It is a very balanced, well articulated, well thought of compilation of 29 laws in these 4 codes. It ensures good practices, the occupational safety of our workmen, minimum wages at a national level for all workers, social security including for gig workers. In a way, it provides opportunities for our sisters and daughters, women folk to come into the formal workforce. It is truly a game changer. സംഘടിത മേഖലയിലായാലും അസംഘടിത മേഖലയിലായാലും ഓരോ ജീവനക്കാരനും മിനിമം വേതനം ഉറപ്പു നൽകുന്നു എന്നതാണ് പുതിയ തൊഴിൽ നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. നേരത്തെ മിനിമം വേതനങ്ങൾ സംസ്ഥാനവും മേഖലയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരുന്നു.
അസംഘടിത മേഖലയിൽ പല ജീവനക്കാർക്കും ഇതിന്റെ പ്രയോജനം ലഭിച്ചിരുന്നില്ല. പുതിയ ചട്ടക്കൂടിന് കീഴിൽ കേന്ദ്ര സർക്കാർ ഒരു ദേശീയ അടിസ്ഥാന വേതനം അഥവാ ഫ്ലോർ വേജ് നിശ്ചയിക്കും. ഒരു സംസ്ഥാനത്തിനും ആ നിലവാരത്തിന് താഴെ വേതനം നിശ്ചയിക്കാൻ സാധിക്കില്ല. രാജ്യത്തുടനീളം വേതന വ്യവസ്ഥ ഏകീകൃതമാക്കാനും ശമ്പള വിതരണത്തിൽ നീതി നടപ്പാക്കുന്നതിനും ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിഷ്കാരങ്ങൾക്ക് ശേഷമുള്ള നിലവിലെ തൊഴിൽ കാലഘട്ടം തൊഴിൽ ആവാസ വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും സുസ്ഥിരതയ്ക്കും വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. എല്ലാ തൊഴിലാളികൾക്കും നിയമന കത്തുകൾ നിർബന്ധിതമാക്കുമെന്നതാണ് നിയമത്തിലെ സുപ്രധാന മാറ്റം. രേഖാമൂലമുള്ള തെളിവ് സുതാര്യതയ്ക്കൊപ്പം തൊഴിൽ സുരക്ഷ, തൊഴിൽ സ്ഥിരത എന്നിവ ഉറപ്പാക്കും. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആവശ്യാനുസരണം ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കും. ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നടക്കുന്ന ജോലിക്കും ഇത് ബാധകമാണ്. എല്ലാ തൊഴിലാളികൾക്കും PF, ESI ഇൻഷുറൻസ് എന്നിവയുൾപ്പെടെ എല്ലാ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കും അർഹരായിരിക്കും. എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായ മിനിമം വേതനം നൽകണം. എല്ലാ മാസവും 7-ാം തീയതിക്കുള്ളിൽ ശമ്പള വിതരണം നിർബന്ധമാക്കും. മിനിമം വേതനവും സമയബന്ധിതമായ ശമ്പളവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കും. ഷെഡ്യൂൾ ചെയ്ത വ്യവസായങ്ങൾക്കും തൊഴിലുകൾക്കും മാത്രമേ നിലവിൽ മിനിമം വേതനം ബാധകമായിരുന്നുള്ളൂ. വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് വേതന പരിരക്ഷ നിലവിലുണ്ടായിരുന്നില്ല. ഈ സ്ഥിതിക്കാണ് ഇപ്പോൾ ഗുണകരമായ മാറ്റം കൈവരുന്നത്. പുതിയ ലേബർ കോഡുകൾ ജോലി സമയത്തിന്റെ കാര്യത്തിലും ജീവനക്കാർക്ക് ശക്തമായ സംരക്ഷണം നൽകുന്നുണ്ട്. ഓവർ ടൈം ജോലി ചെയ്യുന്നവർക്ക് സാധാരണ ലഭിക്കുന്ന ശമ്പളത്തിന്റെ ഇരട്ടിയെങ്കിലും നൽകണമെന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. വിവിധ തൊഴിൽ നിയമങ്ങളിൽ ഉടനീളം ഒന്നിലധികം രജിസ്ട്രേഷനുകൾ, ലൈസൻസുകൾ, റിട്ടേണുകൾ എന്നതിനു പകരം ഒറ്റ രജിസ്ട്രേഷൻ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒറ്റ ലൈസൻസ്, ഒറ്റ റിട്ടേൺ എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. നിശ്ചിതകാല ജീവനക്കാർക്ക് സ്ഥിരം ജീവനക്കാർ എന്ന നിലയിലുള്ള തുല്യവേതനവും വരുമാനവും പരിരക്ഷയും ഇനി ലഭിക്കും. ഒരു വർഷത്തെ തുടർ സേവനത്തിന് ശേഷം നിശ്ചിതകാല ജീവനക്കാർ ഗ്രാറ്റുവിറ്റിക്ക് അർഹരാകും. കരാർ തൊഴിലാളികൾക്ക് ആരോഗ്യ ആനുകൂല്യങ്ങളും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളും പ്രധാന തൊഴിലുടമ നൽകണമെന്ന് പുതിയ നിയമസംഹിതകൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പുതുക്കിയ ലേബർ കോഡുകൾ പ്രകാരം എല്ലാ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ തൊഴിലാളികൾക്കും 2020 സാമൂഹിക സുരക്ഷാ സംഹിതയിൽ ഉൾപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. ജീവനക്കാരുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ആനുകൂല്യം ലഭിക്കുക. തോട്ടം തൊഴിലാളികളെ സാമൂഹിക സുരക്ഷാ കോഡിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതും സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്നാണ്. 10-ൽ കൂടുതൽ തൊഴിലാളികളോ 5 ഹെക്ടറോ അതിൽ കൂടുതലോ ഉള്ള തോട്ടങ്ങൾക്ക് തൊഴിൽ കോഡുകൾ ബാധകമായിരിക്കും. ഓഡിയോ വിഷ്വൽ ആൻഡ് ഡിജിറ്റൽ മീഡിയ, ഖനി, അപകടകരമായ വ്യവസായങ്ങൾ, ടെക്സ്റ്റൈൽസ്, ഡോഗ്, കയറ്റുമതി തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾക്കും പുതിയ നിയമങ്ങളിലെ ആനുകൂല്യങ്ങൾ ബാധകമായിരിക്കും. കോഡുകൾക്ക് കീഴിലുള്ള അനുബന്ധ നിയമങ്ങൾ, ചട്ടങ്ങൾ, പദ്ധതികൾ മുതലായവ രൂപപ്പെടുത്തുന്നതിൽ സർക്കാർ പൊതുജനങ്ങളുടെയും വിവിധ പങ്കാളികളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിൽ കോഡുകൾ അസംഘടിത തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് വർക്ക്ഷോപ്പ് തൊഴിലാളിയായ ബിജു പറയുന്നു. തൊഴിലാളികൾക്ക് ഒരുപാട് ജനപ്രദമായ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അവർക്കൊരു തൊഴിൽ വേതനം, കൃത്യമായൊരു തൊഴിൽ വേതനം നിശ്ചയിച്ച് കൊടുക്കുന്ന രീതിയിലാണ്. ഇത് മാത്രവുമല്ല, രാവിലെ 6 മണിക്ക് മുമ്പ് രാത്രി 7 മണി വരെ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷ അതാത് സ്ഥാപനങ്ങളുടെ ഉടമസ്ഥർക്ക് തന്നെ ആയിരിക്കുമെന്നും സ്ത്രീ സുരക്ഷയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്ന തരത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ആരോഗ്യപരമായ ഇൻഷുറൻസ് കാര്യങ്ങളുമായി കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരെ കൂടെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുകയാണ്. കൊച്ചു കുട്ടികളുള്ള തൊഴിലാളികളാണെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ക്രഷ് സംവിധാനം ഉൾപ്പെടുത്തണമെന്നും അതിനകത്ത് പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. അസംഘടിത തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കും തൊഴിൽ കോഡ് സഹായകരമാകുമെന്ന് നാടക, സിനിമ, സീരിയൽ കലാകാരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ പരമേശ്വരൻ കുര്യാത്തി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അസംഘടിത തൊഴിലാളികൾക്ക് വളരെ വലിയ ഒരു അനുഭൂതി നൽകുന്ന വാർത്തയായിരുന്നു അത് കേൾക്കുമ്പോൾ. ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം. ഇപ്പോൾ 7 മണിക്കൂറോ 8 മണിക്കൂറോ ആണ് നമ്മുടെ സമയമെങ്കിൽ ആ സമയം ജോലി ചെയ്തതിന് ശേഷം വേണമെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ താല്പര്യമുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മറ്റ് സമയങ്ങളിലേക്ക് ഈ ജോലി ചെയ്യാവുന്നതാണ്.
ഒരു തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെന്നാൽ നിർബന്ധമായും നിയമന ഉത്തരവ് നൽകണം. അത് അയാളുടെ തൊഴിലാളിയുടെ അവകാശമാണ്. അതിനോടൊപ്പം തന്നെ തൊഴിൽ സുരക്ഷ നിർബന്ധമായും ഒരു സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിക്ക് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലിടത്തിൽ നിന്ന് അയാൾക്ക് സുരക്ഷ ഉണ്ടാവണം. അത് നിർബന്ധമായ കാര്യമാണ്. അത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. തൊഴിൽ സുരക്ഷയും സാമൂഹ്യ സുരക്ഷയും നിർബന്ധമായി ഇനി ഒരു തൊഴിലാളിക്ക് ലഭ്യമാക്കണം. പുതിയ 4 ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വന്നതിലൂടെയാണ് ഇന്ത്യയുടെ തൊഴിൽ മേഖലയിൽ ദീർഘകാലമായി ആവശ്യപ്പെട്ടിരുന്ന ഏകീകരണവും ആധുനികവത്കരണവും യാഥാർത്ഥ്യമായത്. രാജ്യത്തിന്റെ തൊഴിൽ മേഖലയിൽ ദീർഘകാല മാറ്റങ്ങൾക്ക് വാതിൽ തുറക്കുന്ന ഈ പരിഷ്കരണങ്ങൾ തൊഴിലാളികളെ കൂടുതൽ ശാക്തീകരിക്കും. പൊതുവെ തൊഴിൽ നിക്ഷേപ മേഖലകളെ സമന്വയിപ്പിച്ച് സമഗ്ര വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു മുന്നേറ്റമായി ഈ പരിഷ്കരണങ്ങളെ വിലയിരുത്താം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ. അവതരണം ഗീതു പ്രകാശ്.